നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി ഇപ്പോൾ കേരളത്തിലെ ഒരു ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുകയാണ്. 5 വർഷം മുമ്പേ പത്മാസനത്തിലിരിക്കുന്ന പീഠവും കരിങ്കല്ലിൽ തീർത്ത സ്ലാബും ഗോപൻ സ്വാമി തയ്യാറാക്കി വെച്ചിരുന്നു. അതിനുശേഷം ഭാര്യയോട് 3 ദിവസം മുമ്പ് ഇക്കാര്യം പറയുന്നു. സമാധിയാകാൻ സമയമായപ്പോൾ സമാധി സ്ഥലത്തേക്ക് നടന്നു ചെന്നിരുന്നത് നിവർന്നിരുന്ന് മൂക്കുപത്തി ശ്വാസം പിടിച്ചിരിക്കുന്ന ഗോപൻ സ്വാമിയായിരുന്നു താൻ കണ്ടതെന്നാണ് ഭാര്യ സുലോചന പറഞ്ഞു വെച്ചത്. അച്ഛൻ സമാധിയായി എന്ന് അർജുൻ ഉടൻ തന്നെ, അതായത് ഇളയ സഹോദരൻ മൂത്ത സഹോദരനെ സ്ഥലം തന്നെ വിളിച്ചു പറയുകയാണ്. അച്ഛന്റെ കൈ പിടിച്ചപ്പോൾ കനം വെച്ചിരുന്നു, മൂക്കിൽ ശ്വാസം ഉണ്ടായിരുന്നില്ല. സമാധിയായിരുന്ന സ്ഥലത്ത് നിന്നും അച്ഛനെ അനക്കിയില്ല. ഉടൻ തന്നെ ചുടുകല്ലുകൊണ്ട് ചുറ്റും കെട്ടി കർമ്മങ്ങൾ 2 മക്കളും കൂടി അങ്ങ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ സമാധിയിൽ വിളക്ക് കത്തിച്ചതിനു ശേഷമാണ് വിവരം എല്ലാവരെയും അറിയിച്ചത്. ശരിക്കും പറഞ്ഞ സമാധി നില എന്ന് പറയുന്നത് ഒരു ആനന്ദകരമായ സ്ഥിതിയാണ്. അതിൽ നിന്ന് 2-3 ദിവസങ്ങൾക്ക് ശേഷം ചിലർ തിരിച്ചു വരാറുണ്ട്. പക്ഷെ സമാധി നിലയിൽ എത്തുമ്പോൾ അബോധാവസ്ഥയിലാണെങ്കിൽ തിരിച്ചറിവ് അസാധ്യമായിരിക്കും. ഇതാണ് പൊതുവെ ഉള്ള ഒരു അവസ്ഥ. എന്നാൽ ഇതിന് അപവാദമായി ചില സമാധി നിലയിലേക്ക് എത്തും മുമ്പ് തന്നെ എപ്പോൾ പുറത്തു വരണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കും. അപ്പോൾ ചിലർക്ക് തിരിച്ചു വരവിനുള്ള ബോധാവസ്ഥ ഉണ്ടാവണമെന്നില്ല. സമാധി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മരണം എന്നാണ് പലരും കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ സമാധി എന്ന പദത്തെ സമ അധികം ദി എന്ന് പിരിക്കുമ്പോൾ സമ എന്നത് സമനില എന്നും ദി എന്നാൽ ബുദ്ധി എന്നുമാണ് അർത്ഥം. ഭൗതികമായി സമനിലയിൽ എത്തുന്നതിന് സമാധി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഗോപൻ സ്വാമി കിടപ്പ് രോഗിയായിരുന്നു എന്ന് ബന്ധുക്കളടക്കം മൊഴി നൽകിയിട്ടുണ്ട്. കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ സ്വയം നടന്നുവെന്ന് സമാധി പീഠത്തിൽ ഇരുന്നുവെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജീവനോടെയാണോ അതോ മരണശേഷം ഗോപൻ സ്വാമിയെ സമാധി പീഠത്തിൽ അടക്കിയതാണോ എന്നതിലും സംശയം ഉന്നയിക്കുന്നവരുണ്ട്. ഗോപൻ സ്വാമിക്ക് ഭാര്യയും 3 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു മകൻ നേരത്തെ മരിച്ചതായിട്ട് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സമാധി പഠിച്ചിട്ട് വിമർശിക്കുമെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ഈ 2-3 ദിവസങ്ങൾക്ക് ശേഷം സമാധി നിലയിൽ നിന്ന് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ എന്തിനാണ് മക്കൾ സ്ലാബ് ഇട്ട് ഗോപൻ സ്വാമിയെ മറച്ചത്? ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇതാണ് ഒരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോ ഈ ഒരു വിഷയം എത്രത്തോളം ഈ നെയ്യാറ്റിൻകര നിവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭീതി എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ ചില സംഘടനകളും നാട്ടുകാരും ഒക്കെ ഇതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പല സംഘർഷങ്ങൾക്ക് വരെ വഴിവെച്ചിരുന്നു. അപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ നേരിൽ പോയി കണ്ട ആൻസിക്ക് അവിടുത്തെ നാട്ടുകാർ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധം പുലർത്തുന്നവർ അല്ലെങ്കിൽ ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്നവരൊക്കെ എന്തുതരം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്? തീർച്ചയായിട്ടും നമ്മളെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തില് ഈ സമാധി ഇരിക്കുക, സമാധിയാക്കുക എന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കതൊരു കൗതുകവും അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിലൊരു സെൻസേഷണൽ ഫീൽ തോന്നും. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഈ സമാധി ഇരിക്കുക, സമാധിയാക്കുക എന്നതൊക്കെ വളരെ അപൂർവവും അതുപോലെ തന്നെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം തീർച്ചയായിട്ടും അവിടുത്തെ നാട്ടുകാർക്കുണ്ടായ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ കേരളം ഒന്നടങ്കം ഞെട്ടി അല്ലെങ്കിൽ നടുങ്ങി, ഒരു ആകാംക്ഷ, ഒരു ആശങ്ക, അതിനപ്പുറം എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള കൗതുകം ഒക്കെ എല്ലാവർക്കും ഉണ്ട്. സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് അദ്ദേഹം എന്നോ മരിക്കുന്നു, സമാധിയാക്കുന്നു. ആ 5 വർഷം മുന്നേ അദ്ദേഹത്തിന് എനിക്ക് സമാധിയാകണമെന്ന ആഗ്രഹം കുടുംബത്തോട് പറയുന്നു. അതനുസരിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സമാധി പീഠം പണിത് വെച്ചിരുന്നു. അപ്പോൾ പിതാവ് മരിച്ചു, ഞങ്ങൾ പിതാവിനെ സമാധിയാക്കിയെന്ന് മക്കൾ അവകാശപ്പെടുന്നു. അപ്പോൾ ഇത് നാട്ടുകാർ അറിയുന്നത് ഈ പോസ്റ്റർ, അതായത് ആദരാഞ്ജലികൾ എന്ന് എഴുതിയ ഒരു ചെറിയൊരു പോസ്റ്റർ ആ വീടിന്റെ ഗേറ്റിലും അതുപോലെ തന്നെ സമാധിയായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റർ ഈ ഒരു ഗേറ്റിലും മറ്റ് പലയിടങ്ങളും പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. അതായത് ഗോപൻ സ്വാമി സമാധിയായി എന്ന് നാട്ടുകാർ അറിഞ്ഞിട്ട് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ഈ നാട്ടുകാരിൽ ചിലര് ആ വീട്ടിലേക്ക് പോകുന്നു, ഗോപൻ സ്വാമിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരോട് ഈ വീട്ടുകാര് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള എന്താണ് പറ്റിയത്, സമാധിയായി എന്ന് പെട്ടെന്ന് വയ്യാതെ, അദ്ദേഹം മാസങ്ങളോളം വയ്യാതെ കിടപ്പിലായി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വയ്യാതെ കിടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് സമാധിയാകുന്നു. മറ്റ് ഡെഡ് ബോഡി അല്ലെങ്കിൽ മൃതദേഹമൊന്നും നാട്ടുകാരെ കാണിക്കുന്നില്ല. മാത്രമല്ല നാട്ടുകാർ ഇത് അറിയുന്നില്ല. അടുത്ത് വീട്ടിന്റെ ആ ഒരു വലിയൊരു കോമ്പൗണ്ടിൽ ഒരു ഒറ്റയ്ക്കുള്ള വീടാണ്. ആ കോമ്പൗണ്ടിന് ചേർന്ന്
ക്ഷേത്രം, അതിനപ്പുറം ഒരു സമാധി പീഠം, അതിന് കുറച്ചൊരു ഒരു 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 കൈ അകലത്തിലൊക്കെയാണ് പിന്നീട് വീട് വരുന്നത്. അപ്പൊ അത്രയും അടുത്ത്, ആ വീടിന്റെ അത്രയും അടുത്ത് കിടക്കുന്നവർ പോലും ഈ മരണം അറിഞ്ഞിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ ഒരു തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം, എങ്ങനെ സമാധിയായി. അപ്പോ സമാധി എന്ന് ഈ വീട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴി, അദ്ദേഹം രാവിലെ 11 മണിക്ക് നടന്നുപോയി അല്ലെ, ആ സമാധി പീഠത്തിലിരുന്ന് സമാധിയായി എന്നാണ് വീട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴി. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മൊഴി നൽകുമ്പോൾ നാട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, നാട്ടുകാർ ചോദിക്കുന്നത് അദ്ദേഹം കിടപ്പിലായിരുന്നു, ഈ മനുഷ്യൻ കിടപ്പിലായിരുന്നു. അപ്പൊ കിടപ്പിലായിരുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഈ ഒരു ഷുഗർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇത്യാദി ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മരുന്ന് കഴിക്കായിരുന്നു, ഇൻസുലിൻ എടുക്കുകയായിരുന്നു. കിടപ്പിലായിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ്, ആ വീടും അതുപോലെ തന്നെ സമാധി പീഠവും തമ്മിൽ നല്ലൊരു ദൂരം ഉണ്ട്. അപ്പൊ ഇത്രയും ദൂരം എങ്ങനെ കിടപ്പിലായ ഒരു മനുഷ്യൻ നടന്നു പോയി അവിടെ ഇരുന്ന് സമാധിയാകും, നടന്നു പോകും? അതാണ് ഒരു ചോദ്യം. അപ്പൊ അത് ന്യായമായിട്ടൊരു ചോദ്യമായിട്ട് തോന്നുന്നു. അപ്പൊ നാട്ടുകാർക്ക് അതൊരു ഡൗട്ട്, ഒരു ചോദ്യമായിട്ട് ഉയരുന്നു. ഇനി അവർക്ക് അറിയണത്, അല്ലെങ്കിൽ ഈ പരാതിക്കാരെന്ന് പറയുന്നവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ ഇത്രയും ഒരു മാധ്യമ ശ്രദ്ധയിൽ വരെ എത്തിച്ച എല്ലാവർക്കും അറിയേണ്ടത്, ഗോപൻ സ്വാമി എങ്ങനെ സമാധിയായി. അദ്ദേഹം ഈ വീട്ടുകാർ പറയുന്നത് അദ്ദേഹം സമാധിയായ ശേഷം ആ സ്ലാബ് ഇട്ട് ആ ഒരു ഇത് മൂടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? ഒരു വ്യക്തി മരിക്കുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകും. അദ്ദേഹം കിടപ്പിലായിരുന്നു, അങ്ങനെ മരിച്ചതാണോ, അതോ ഇവർ അവകാശപ്പെടുന്നത് പോലെ സമാധിയായ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നത് വലിയൊരു സംശയം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു അദ്ദേഹം എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ ഈ ഒരു സ്ലാബ് ഇട്ടതിന് ശേഷമാണോ മരണം സംഭവിച്ചത്, അതിന് മുന്നേ മരണം സംഭവിച്ചോ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണോ മരണം സംഭവിച്ചത്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നാട്ടുകാർക്ക്, പരാതിക്കാർക്ക്, പിന്നെ ബന്ധുക്കളിൽ ഒരു ചിലർക്കൊക്കെ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പരാതിയാണ് നാട്ടുകാർ ശരിക്കും മുന്നോട്ട് വെച്ചത്. പക്ഷെ ഈ സംഭവം നടന്ന്, ഈ ഒരു വാർത്ത ഉണ്ടായ അന്ന് തന്നെ ഞങ്ങൾ പോയപ്പോ വീട്ടുകാര് ഫുൾ സംസാരിച്ചത് വിശ്വാസം, അല്ലെങ്കിൽ മതപരമായിട്ട് ആ ഒരു സമാധി എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് സമാധിയാക്കണം. അപ്പോ അത് സമാധി ആകുമ്പോൾ മറ്റുള്ളവർ കാണാൻ പാടില്ല. പിതാവ് ഇവരോട് പറഞ്ഞിരുന്നു, അതായത് ഗോപൻ സ്വാമി കുടുംബത്തോട് പറഞ്ഞിരുന്നു, ഞാൻ സമാധിയാകുന്നത് ആരും അറിയണ്ട, എന്നെ സമാധിയാക്കുക, അതിനുശേഷം മാത്രം, അതായത് ആ സമാധി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിച്ചാൽ മതി എന്ന് പിതാവ് പറഞ്ഞിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടാണ് എല്ലാ പോസ്റ്റർ വഴി നാട്ടുകാർ അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അച്ഛൻ പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ പിതാവ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്തു. അത് മാത്രം, ആ ഒരു കാര്യമാണ് ഈ മക്കൾ ഉന്നയിക്കുന്നത്, അവകാശപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു മക്കളുടെ ഭാഗത്ത് നിന്ന് അവർ സംസാരിക്കുന്നത് ഈ ഒരു ഫുൾ മതപരമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ചടങ്ങ്, ആ ഒരു കാര്യത്തിലാണ് സംശയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി എത്തുന്നത്, ഞങ്ങൾക്ക് ഈ ഒരു സമാധി പീഠം പൊളിക്കണം, പൊളിച്ചിട്ട് അതിനകത്ത് ആളുണ്ടോ എന്നറിയണം, ഒരാവശ്യം. രണ്ടാമത്തത്, ആ ആള് ഗോപൻ സ്വാമി തന്നെയാണോ എന്ന് അറിയണം. മൂന്നാമത്തെ ആവശ്യം, ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയണം. ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടോ, എങ്ങനെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു, മറ്റെന്തെങ്കിലും വശങ്ങൾ ഈ ഒരു മരണത്തിന് പിന്നിലുണ്ടോ, ഇതറിയണം. ഇതാണ് പരാതിക്കാർക്ക് അയൽവാസികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നു, അപ്പോൾ ഈ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, അപ്പോൾ മകൻ ഇത് സംബന്ധിച്ച് വഴക്കൊക്കെ പറയുന്നവർ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ ഒരു ദുരൂഹതയിലേക്ക് വഴിവെക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ്. തീർച്ചയായിട്ടും. അതായത് അപ്പോ ഈ നാട്ടുകാർക്ക് അറിയേണ്ടത്, നാട്ടുകാർ എന്നതിലുപരി നമുക്ക് അവരെ പരാതിക്കാരെന്ന് അഭിസംബോധന ചെയ്താൽ നല്ലത്. അപ്പൊ ഈ പരാതിക്കാർക്ക് അറിയേണ്ടത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹം എങ്ങനെ മരിച്ചു, എവിടെ വെച്ച് മരിച്ചു എന്ന് അറിയണം. ഇതാണ് നാട്ടുകാർ ന്യായമായി ഉന്നയിക്കുന്ന ചോദ്യം. അപ്പോ ഇതിന് പിന്നാലെ കളക്ടർ, ജില്ലാ പോലീസ് കളക്ടറെ ബന്ധപ്പെടുന്നു. കളക്ടർ കല്ലറയല്ല, ആ സമാധി പീഠം പൊളിക്കാനുള്ള അനുമതി കൊടുക്കുന്നു. അതനുസരിച്ച് ഇന്നലെ അത് പൊളിക്കാൻ വേണ്ടി എത്തുന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം എത്തിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കുടുംബം ഉന്നയിച്ചത്. അതായത് ഈ സമാധി പീഠം പൊളിച്ചാൽ ഞങ്ങൾ മരിക്കും, ഞങ്ങളുടെ ആത്മഹത്യ, ഞങ്ങളെ മരണം ബോഡി കണ്ടതിന് ശേഷം മാത്രമേ ഈ സമാധി പീഠം പൊളിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു ഇതിലായിരുന്നു അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. അത് ഗോപൻ സ്വാമിയുടെ ഭാര്യ, 2 മക്കള്, മരുമകൾ അടക്കമുള്ളവരാണ് ആ സമാധി പീഠത്തിന് ചുറ്റുമിരുന്ന് പ്രതിഷേധം ഉയർത്തിയത്. നമ്മൾ കണ്ട കാഴ്ചയാണ്. അപ്പൊ അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റുന്നു.
അപ്പോ ഇതിനിടയിൽ ഇതൊരു വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു വർഗീയ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് അവിടെ എത്തിയ ചില നേതാക്കന്മാര് ചില വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. ഈ ഒരു പരാതിക്കാരെ ഒരു വർഗീയവൽക്കരിക്കുക അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് ഗോമസ്വാമിക്ക് എന്ത് പറ്റി എന്ന് അറിയാൻ ആഗ്രഹിച്ചവരെ വർഗീയപരമായിട്ട് പരാമർശിക്കുന്നു. ഇതിലൊരു വർഗീയ വശവും കൂടി കലർന്നു വരികയാണ്. ഇതര മതസ്ഥരെ ഇതിലേക്ക് വലിച്ചേക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് വ്രണപ്പെടുത്തുന്നു. അതെ 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 തീർച്ചയായിട്ടും ഈ ആവശ്യം ഉന്നയിച്ചത് മറ്റിതര മതസ്ഥർ, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഒരു വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു രീതിയിലേക്ക് മാറപ്പെടുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവിടെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. അവിടെ ഒരാൾ വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ചിലര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും, ലാസ്റ്റ് പോലീസ് വന്നിട്ട് മാറ്റിവിടേണ്ട സാഹചര്യം വരെ അവിടെ ഉണ്ടായി. അപ്പൊ ഈ ഒരു വിഷയം മതപരം എന്നതിലുപരി ഇതൊരു വർഗീയപരമായിട്ടുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതില് ഈ വർഗീയത ആരോപിക്കപ്പെടുന്ന നാട്ടുകാരും നമ്മളോട് പ്രതികരിച്ചിരുന്നു. അപ്പൊ അവരിൽ ചിലർ പറയുന്നത് ഇതിലൊരു വർഗീയത എന്ന് പറയുന്ന ഒരു വശം ചേർക്കേണ്ട ആവശ്യമില്ല. ഞങ്ങള് ആ ഒരു നാട്ടിലുള്ള ഞങ്ങൾ എല്ലാവരും ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ലാതെ എല്ലാവരും ഒരു ഐക്യതയോടെ കഴിഞ്ഞു പോകുന്ന നാട്ടുകാരാണ് ഞങ്ങൾ. അപ്പോ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രേ അറിയേണ്ടതുള്ളൂ, ഗോമസ്വാമിക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയണം, ന്യായമായിട്ടുള്ളൊരു സംശയം. അതുപോലെ തന്നെ നാട്ടുകാർ പറയുന്ന മറ്റൊരു കാര്യം, ഒരു പോയിന്റ് ആണ്, ഇന്നിപ്പോ ഒരാൾ ഇങ്ങനെ ചെയ്തു, സമാധിയായി എന്ന് പറഞ്ഞ് വെച്ചു. എങ്ങനെ സമാധിയായി എന്നൊന്നും ആർക്കും അറിയില്ല. നാളെ ഇതുപോലെ വേറൊരിടത്ത് ഉണ്ടാവുകയാണ്, ഒരാൾ മരിച്ചിട്ട് ആരും മറ്റ് മരണ സംസ്കാര ചടങ്ങുകളൊന്നും കാണുന്നില്ല, മരിച്ചു കിടക്കുന്ന ആളെയും കാണുന്നില്ല, ലാസ്റ്റ് സമാധിയായി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ കാണുന്നു. അപ്പോ ഇങ്ങനെ നാളെ വീണ്ടും ഒരു സംഭവം ആവർത്തിക്കുന്നു. അപ്പോ വീണ്ടും മറ്റൊരാൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നു. കാരണം ഈ ഒരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തെ ആവർത്തിക്കപ്പെടാതിരിക്കണം. മറ്റ് പല രീതിയിലും ഇതിനെ വളച്ചൊടിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നമുക്കറിയാലോ, ഇപ്പൊ ഇത് ക്രൈം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, പക്ഷെ ഇതൊരു ക്രൈം എന്ന രീതിയിലേക്ക് നാളെ മറ്റൊരാൾ ചെയ്തുകൂടാ എന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ കുറ്റകൃത്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, എന്തൊക്കെ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നാളെ ഒരാൾ അടിച്ചു കൊന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു മതത്തിന്റെ കൂട്ടുപിടിച്ച് സമാധിയായി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങളുടെ മതപരമായ കാര്യങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഒരു ക്രൈമിലേക്ക് ഈ ഒരു സംഭവത്തെ ഈ നെയ്യാറ്റിങ്കര സംഭവത്തെ മറയാക്കി നാളെ ഒരാൾ ക്രൈം ചെയ്താൽ എന്താകും എന്നൊരു ചോദ്യം നാട്ടുകാർ നമ്മളോട് ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നെയ്യാറ്റിങ്കര സംഭവത്തെ നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നതല്ല, പക്ഷെ ഇതിന്റെ മറ പിടിച്ച് മറ്റൊരിടത്ത് അങ്ങനെ ഒരു ക്രൈം സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നതൊരു ന്യായമായ ചോദ്യമാണ്, നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ നാളെ ഇതുപോലെ എല്ലാവരും ചെയ്താൽ എന്താകും ഈ നാടിന്റെ അവസ്ഥ എന്നൊരു സംശയം അവിടുത്തെ നാട്ടുകാർ നമ്മളോട് ഉന്നയിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങളും ഈ ഒരു സംശയങ്ങളും ഈ ഒരു ആശങ്കകളുമാണ് നാട്ടുകാർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ സമാധിക്കുള്ളിൽ വെച്ചാണ് ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നത്, തീർച്ചയായും ഇതൊരു ക്രൈമായിട്ട് തന്നെ മാറും. അത് പറയുന്ന 3 പേരും അറസ്റ്റിലാവുകയും ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയില്ല. കാരണം ഇന്ന് അഡ്വക്കേറ്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവരങ്ങനെ ചെയ്ത് ഈ സംശയിക്കുന്നവർ പറയുന്നത് പോലെ അച്ഛനെ കൊലപ്പെടുത്തി സമാധിയാക്കിയതാണ് എങ്കിൽ അവരിങ്ങനെ പോസ്റ്റർ അടിച്ച് നാട്ടുകാരെ അറിയിക്കുമോ എന്നൊരു ചോദ്യം അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവര് സ്വന്തം കുഴി തോണ്ടുന്ന രീതിയിൽ അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമോ? അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം അവർക്കില്ല. അതുകൊണ്ടാണ് അവർ അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധിയാക്കിയത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അതിന് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അത് നാട്ടുകാരെ അറിയിച്ചത്. അങ്ങനെ ഒരു പോയിന്റ് കൂടി അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തലത്തിലും കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇനി ഒരു വഴി എന്ന് വെച്ചാ ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുന്നു എന്ന് കരുതി ഈ സമാധി പൊളിക്കാൻ പാടില്ല, പരിശോധിക്കാൻ പാടില്ല എന്നൊക്കെയാണോ അതിനുള്ള? അങ്ങനെയല്ല. എന്നാലും നമ്മുടെ നാട്ടില് ഭരണമുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്. അവരെന്ത് തീരുമാനം എടുക്കുന്നു അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മതം വേറെയാണ്, ഭരണം വേറെ, നമ്മുടെ നിയമം വേറെയാണ്. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അപ്പൊ ആ നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. സമാധി ആവുന്നതിന് മുന്നേ ഗോപസ്വാമി കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നത് ഭാര്യ സുലോചന മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം ശരീരഭാരം കുറച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്, ആഹാരം കഴിക്കുന്നത് കുറച്ചിരുന്നു, ഉച്ച ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിരുന്നു, പിന്നെ എടത്വ ഗുഹയിലും
മരുത്വാമല ആശ്രമത്തിലും ഗുഹയിലും ഒക്കെ അദ്ദേഹം പോയിരുന്നു, ധ്യാനം ഇരുന്നു എന്നൊക്കെ ഭാര്യ പറയുന്നുണ്ട്. അതിനുശേഷമാണ് സമാധിയാകാൻ സമയമായി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ കിടപ്പ് രോഗി ആയിരുന്നു എന്ന് ഈ പറയുന്ന ബന്ധുക്കളടക്കം നാട്ടുകാരിൽ ചിലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് കിടപ്പ് രോഗി എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് നടന്നുപോയി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക? അതൊക്കെയാണ് ദുരൂഹതയിലേക്ക് വഴിവെക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ രണ്ട് വശങ്ങളാണ് ഉള്ളത്. ഒന്ന് ആ രീതിക്ക് ചിന്തിക്കുന്നവർ, രണ്ട് മതപരമായിട്ട് ചിന്തിക്കുന്നവർ. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിൽ, ഇവരെ ഒരു കോമ്പൗണ്ടിൽ ക്ഷേത്രമുണ്ട്, ഒരു ശിവന്റെ ക്ഷേത്രമുണ്ട്. അപ്പൊ ഈ ഗോപൻ സ്വാമി അവിടുത്തെ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനും അത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് പ്രായാധിക്യം അല്ലെങ്കിൽ പ്രായത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പൂജയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ ക്ഷേത്രത്തില് നേരത്തെ ആൾക്കാരൊക്കെ തൊഴുന്നുണ്ടായിരുന്നു, അടുത്തുള്ളവരൊക്കെ വരും തൊഴുമായിരുന്നു. പിന്നീട് അതൊരു തടസ്സപ്പെട്ടു. അപ്പൊ ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ കഴിയാത്തതിന്റെ ഒരു അമർഷം, അല്ലെങ്കിൽ ക്ഷേത്രം അവർക്ക് മുന്നിൽ അടയ്ക്കപ്പെട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു എതിർപ്പൊക്കെ നാട്ടുകാർ മാധ്യമങ്ങളോട് പ്രതികരിച്ച് അവരുടെ പ്രതികരണത്തിലൂടെ അവർ അറിയിച്ചിരുന്നു. അപ്പൊ ആ ഒരു പിന്നെ അവിടെ എന്തോ വഴിപ്രശ്നമുണ്ട് എന്നും ഇന്ന് അഡ്വക്കേറ്റ് നമ്മളോട് സംസാരിച്ചപ്പോ എന്തോ ഒരു വഴിപ്രശ്നം അതിന് ഈ ശിവക്ഷേത്രത്തിന്റെ കുറച്ച് മുന്നിലായിട്ടൊരു നാഗരുടെ പൂജ കൂടിയുണ്ട്. അപ്പൊ അവിടെ എന്തോ ചെറിയൊരു വഴിപ്രശ്നമുണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മകനും അതുപോലെ തന്നെ ഈ ഗോപൻ സ്വാമിയുടെ മക്കള് ഈ പരാതി കൊടുത്തൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്കെതിരെയും ഇന്ന് വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണമായിരുന്നു നടത്തിയത്. അതായത് പരാതി കൊടുത്തത് ബന്ധുവല്ല, മറിച്ച് അവരുടെ ബന്ധുവല്ല, മറിച്ച് അവരോട് ഒരു ശത്രുതയുള്ള ഒരു വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു പരാതി കൊടുത്തതും കാര്യങ്ങൾ ഈ രീതിയിലേക്ക് എത്തിച്ചതെന്നവരുള്ള രൂക്ഷമായ പ്രതികരണം ആ കുടുംബം ഇന്ന് നടത്തിയിരുന്നു. അപ്പോ ഈ തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് അധികാരികൾ തീരുമാനിക്കുന്നത്? അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കറിയേണ്ടത്, ഇനി അധികാരികൾ അത് ആ ഒരു സമാധി പീഠം പൊളിക്കണം എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ കുടുംബം അതിനോട് സഹകരിക്കുമോ? ആ ഒരു കുടുംബത്തിന് നോട്ടീസ് നൽകുമെന്നല്ലേ അവർ അതെ, അത് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്. അവരുടെ നിലപാട് ഇല്ല, സമ്മതിക്കില്ല, ആ ഒരു നീക്കത്തിലേക്ക് നടക്കില്ല എന്ന്, ആ ഒരു നീക്കം അങ്ങനെ അത് പൊളിക്കാൻ അവർ സമ്മതിക്കില്ല എന്ന ഒരു നിലപാടിൽ തന്നെ ആ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ആ മകൻ ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ അതിനകത്ത് ബോഡി ഉണ്ടോ അല്ലെങ്കിൽ മൃതദേഹം ഉണ്ടോ എന്ന് അറിയാൻ ഇത് പൊളിക്കാതെയുള്ള മറ്റെന്തെങ്കിലും സംവിധാനം വഴി നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണല്ലോ. പക്ഷെ മൃതദേഹം ഉണ്ടോ എന്ന് മാത്രമല്ലല്ലോ, എങ്ങനെയാണ് മരിച്ചത് എന്നും കൂടെ അറിയണമല്ലോ. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയാൻ കഴിയത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ശരീരത്തിന്റെ ജീർണാവസ്ഥ എത്രത്തോളമാണ് അതൊക്കെ അറിയണം. ജീർണിച്ച അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യും. അതല്ലെങ്കിൽ ആ പരിസരത്ത് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഈ ഒരു വിഷയത്തില് ഇപ്പൊ ഈ കുടുംബം ഒറ്റയ്ക്കല്ല ഉള്ളത്. കുടുംബത്തിനോടൊപ്പം മതപരമായിട്ടുള്ള ചില സംഘടനകളും സാമുദായിക ചില സംഘടനകളും ഇവർക്കൊപ്പം ഉണ്ട്. അപ്പോൾ അത്രയും നിയമപരമായിട്ടും അല്ലെങ്കിൽ തന്നെ മറ്റ് സഹായങ്ങളിലും ഇവരും സ്ട്രോങ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും സ്ട്രോങ് ആണ്. അപ്പൊ രണ്ട് സ്ട്രോങ് കക്ഷികൾ തമ്മിലുള്ള വലിയൊരു ഭയങ്കര വലിയൊരു സംഘർഷം തന്നെ അവസാനം ഇതിന്റെ പേരിൽ ഉടലെടുക്കുമോ എന്നാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മളെ അലട്ടുന്ന ഒരു വിഷയം. കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോയിട്ടില്ല എങ്കിലും ഒത്തിരി ഒരു കടുത്ത സംഘർഷം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പൊ ഇത് പൊളിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അധികാരികൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണകൂടം പറഞ്ഞാൽ അത് പൊളിച്ചേ പറ്റുള്ളൂ. അത് നിയമം നടപ്പിലാക്കേണ്ടവർ, നിയമപാലകർ അത് നടപ്പിലാക്കും. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ഏത് രീതിയിൽ എത്തും എന്നാണ് വലിയൊരു ആശങ്കയായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരുടെ ഒരു മാനസികാവസ്ഥ കുടുംബത്തിന്റെ വശവും കൂടി കേട്ടിട്ട് വേണം ഈ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാൻ എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കുടുംബത്തിന്റെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള എന്ത് തീരുമാനമായിരിക്കും അധികാരികൾ എടുക്കുക എന്നതും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോ എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരികയുള്ളൂ. ഇന്ന് സമാധി എപ്പോൾ പൊളിച്ച് പരിശോധന നടത്തണം എന്നുള്ള തീരുമാനം ഇന്നുണ്ടാവുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോ എന്തായിരുന്നാലും ഇനിയൊരു കല്ലറ തുറക്കൽ സമാധി തുറന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ കല്ലറ വരുമ്പോ ഇന്നലെ ഒരാൾ നമ്മളോട് പ്രതികരിച്ചത്, ഒരിക്കലും ഇതിനെ കല്ലറ എന്ന് പറയരുത് എന്നൊരു വ്യക്തി പ്രതികരിച്ചിരുന്നു. കല്ലറയല്ല ഇത്, ഞങ്ങളുടെ മതപ്രകാരം ഇതൊരു സമാധി പീഠമാണ്. ആ സമാധി പീഠത്തെ നിങ്ങൾ കല്ലറ എന്ന് വിശേഷിപ്പിക്കരുത് എന്നൊരു വ്യക്തി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വളരെ രൂക്ഷമായി പ്രതികരിച്ചു. അദ്ദേഹം പൊട്ടിത്തെറിച്ചായിരുന്നു ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ കല്ലറ എന്ന് പറയുന്നതിന് പകരം സമാധി പീഠം എന്ന് തിരുത്തി പറയേണ്ടി വരുന്നത്. അപ്പൊ ആ രീതി അത്രയും അവരെ സംബന്ധിച്ച് മതപരമായിട്ട് ആ മതത്തിന്റെ വശത്ത് നിന്ന് ആരെ നമ്മൾ അവഹേളിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പക്ഷെ
അറിയേണ്ടത് ചില സത്യാവസ്ഥകളാണ്. അത് പുറത്തേക്ക് വന്നേ പറ്റത്തുള്ളൂ. അതിനിപ്പോ ആരൊക്കെ എന്തൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും സത്യാവസ്ഥ എന്നാലും പുറത്തു തന്നെ വരും. അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ സമാധി എപ്പോൾ പൊളിക്കും, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്നത് ഇനി നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഈ ഒരു സംഭവത്തിൽ ആരും വ്രണപ്പെടാൻ പാടില്ല, ആരും ദുഃഖിക്കാൻ പാടില്ല. ഒരു നല്ലൊരു തീരുമാനം തന്നെ, നല്ല രീതിയിൽ തന്നെ കുടുംബത്തിന്റെ മാനസികാവസ്ഥയോടൊപ്പം നമ്മൾ പങ്കുചേരുകയാണ്. പക്ഷേ സ്വാഭാവികമായും പരാതി അകറ്റുക എന്നുള്ള ഒരു ഒരു വശവും കൂടി തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെ പ്രതികരിച്ചവര് പറഞ്ഞത് ഈ നാട്ടിലൊരു നിയമമുണ്ട്, ഒരു സർക്കാരുണ്ട്, അപ്പോ സർക്കാർ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന നാട്ടുകാരെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇതൊരു വർഗീയ തരത്തിലേക്ക്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള, മതവും നിയമവും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നത് വലിയൊരു ആശങ്കയ്ക്ക് വിധേയമായിരിക്കുകയാണ്. അപ്പോൾ ഭരണാധികാരികൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും ആശങ്കാപരം തന്നെയാണ്. അപ്പോ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെട്ടെ നമ്മുടെ നാടിന്റെ ഒരു ഐക്യത, നമ്മുടെ നാട് പുലർത്തിക്കൊണ്ടു പോരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും തകരാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത്, ഈ നാട്ടിൽ നിയമമുണ്ട്, അപ്പൊ അതനുസരിച്ച് തന്നെ നല്ല രീതിയിലുള്ള ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.